അഭിനയരംഗത്ത് വീണ്ടും സജീവ സാന്നിധ്യമായി മാറുകയാണ് നടി ഭാവന. ഒരു കാലത്ത് മലയാളത്തിൽ ഏറ്റവും തിരക്കുള്ള നായികമാരിൽ ഒരാളായിരുന്നു ഭാവന. അതുപോലെ തുടരെ സിനിമകൾ ഇപ്പോൾ ചെയ്യുന്നില്ലെങ്കിലും ഇടയ്ക്കൊക്കെ നടി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നു. എപ്പോഴും സന്തോഷത്തോടെ ഭാവനയെ പ്രേക്ഷകർ അഭിമുഖങ്ങളിലും മറ്റും കണ്ടിട്ടുള്ളത്. എന്നാൽ തൻ്റേതായ വിഷമങ്ങൾ ഭാവനയ്ക്കുണ്ട്. ഇത് മറ്റാരെയും അറിയിക്കാൻ നടി താല്പര്യപ്പെടുന്നില്ല എന്നതാണ് സത്യം. എന്തെങ്കിലും വിഷമം വരുമ്പോൾ താൻ എല്ലാവരിൽ നിന്നും കട്ട് ഓഫ് ചെയ്യും. അത് നല്ലൊരു സ്വഭാവമല്ല. എന്തുകൊണ്ടോ ഞാൻ വിഷമിക്കുന്നത് മറ്റൊരാൾ അറിയേണ്ട എന്ന ചിന്ത എനിക്കുണ്ട് എന്ന് പറയുകയാണ് ഭാവന. അതെന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അത് ബ്രേക്ക് ചെയ്യാൻ എനിക്കിതുവരെ സാധിച്ചിട്ടില്ല. അമ്മയോ നവീൻ ചേട്ടനോ പോലും ഞാൻ വിഷമിക്കുന്നത് അറിയേണ്ട. ഞാൻ വിഷമിക്കുന്നത് കണ്ട് ഇവർക്ക് വിഷമമാകരുതെന്നാണ് ഞാൻ ആലോചിക്കുക. നീ എന്തെങ്കിലും ഉണ്ടെങ്കിലും പറയണമെന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ പോലും എന്തോ അങ്ങനെയാണ്. ഞാൻ എല്ലാ കമ്മ്യൂണിക്കേഷനും കട്ട് ചെയ്യും. വാട്സപ്പ് പോകും. എൻ്റെ റൂമിൽ ഞാൻ ഒറ്റയ്ക്കിരിക്കും. എന്നിട്ട് ഞാൻ തന്നെ റിക്കവറാകാൻ ശ്രമിക്കും. ചിലപ്പോൾ സമയമെടുക്കുമായിരിക്കും. അല്ലെങ്കിൽ ഒരു ദിവസമോ 2 ദിവസമോ 3 ദിവസമോ ആയിരിക്കും. കുറെ കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ച് കരഞ്ഞുകൊണ്ട് എന്താണ് മാറാൻ പോകുന്നതെന്ന് ഞാൻ ചിന്തിക്കും. പക്ഷേ കുറെ കരയുമ്പോൾ ഒരു ആശ്വാസമാണ്. ചിലർ ഡ്രൈവിന് പോവുകയോ ട്രിപ്പ് പോവുകയോ ചെയ്യും. അത് ഞാനും ചെയ്യാറുണ്ട്. അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകും. ഭയങ്കര തിരക്കിലായിരിക്കുമ്പോൾ വീട്ടിൽ പോയി കുറച്ച് നേരം ഇരിക്കണം എന്ന് തോന്നും. വീട്ടിൽ പോയി ഇരുന്നാൽ 10 ദിവസം കഴിഞ്ഞ് ഞാൻ എന്താണ് ജീവിതത്തിൽ ചെയ്യുന്നത്? വെറുതെ വീട്ടിലിരിക്കുന്നു, ഇതാണോ ഇനി എൻ്റെ ലൈഫ് എന്നൊക്കെ തോന്നാറുണ്ട്. 10-15 ദിവസം ഉറക്കമില്ലാതെ ജോലി ചെയ്താൽ എന്താണിത്, ഉറക്കം പോലുമില്ലാതെ ജീവിക്കുന്നു എന്ന് ചിന്തിക്കാറുണ്ട്. കർമ്മയിൽ വിശ്വാസമുണ്ട്. എനിക്കുള്ളതേ വരൂ. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അത് നേരിടാനുള്ള ശക്തി തരുക എന്ന രീതിയിലെ പ്രാർത്ഥിക്കാറുണ്ടെന്ന് ഭാവന പറയുന്നു.